ഹലോ ഗൈസ്, മല്ലു ബസ് ലൈഫിൻ്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ചിങ്ങം ഒന്നായിട്ട് നമ്മളിത് കുറേ നാൾക്ക് കഴിഞ്ഞ് നമ്മൾ ഓട്ടം വന്നേക്കാണ്. അപ്പോൾ നമ്മുടെ റാവൻ ചെറുക്കനായിട്ടാണ് നമ്മൾ ഓട്ടം പോണത്. നമ്മൾ ഓട്ടം പോണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇരിങ്ങാലക്കുടയിലാണ്. ഒരു കല്യാണ ട്രിപ്പാണ് നമ്മൾ പോകണം. നമ്മുടെ കൂടെ ഉള്ളത് 2 വണ്ടിയുണ്ട്. നമ്മൾ 2 വണ്ടിയായിട്ട് വന്നേക്കണം. ഒന്ന് നമ്മുടെ അമികയിലാണ്, അമികയിൽ അപ്പോൾ അമികയുണ്ട്, പിന്നെ നമ്മുടെ റാവണുണ്ട്. നമ്മുടെ എവിടെ നിന്നായിരുന്നു ഓട്ടം? സ്ഥലം വാരനാട് എന്നാണ് ഓട്ടം. നമ്മുടെ കൂടെ ഉള്ളത് അനിയഞ്ചനാണ്. നമ്മൾ നമ്മുടെ ചിങ്ങം ഒന്നായിട്ട് നമുക്ക് ഓട്ടങ്ങളൊക്കെ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സീസൺ തുടങ്ങിക്കഴിഞ്ഞ്. അപ്പോൾ ഇനി അങ്ങോട്ട് മൊത്തം വീഡിയോസ് ഇനി മുടങ്ങാണ്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ പുറകെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നമ്മുടെ കുമ്പളം പാലം എത്തിയതേ, നല്ല മഴയിൽ ഇങ്ങനെ കുതിർന്നിങ്ങനെ ഇടയ്ക്കാണ് കുമ്പളം പാലമൊക്കെ. അതേപോലെ തന്നെ പണിക്ക് പോണതിൻ്റെ തിരക്കും കാര്യങ്ങളുണ്ട് റോട്ടിൽ. ഇനിയിപ്പോൾ നമ്മുടെ അമികോ അവർ ഫ്രണ്ടേ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അവരെ പിടിക്കാം, ചേസ് ചെയ്ത് അവരെ പിടിക്കാം. നമ്മുടെ റാവൻ ചെറുക്കൻ കൊണ്ട മാറ്റൂ റാവൻ. നമ്മൾ ചിങ്ങം 1-ാം തീയതി നമ്മളിങ്ങനെ ഓട്ടോ എടുത്ത് നേരെ മറിച്ചിടുവോ മിസ്റ്റർ? അതെ, നമ്മുടെ ടോള് കൊടുക്കാൻ വേണം. ചിങ്ങം ആദ്യത്തെ ടോള് കൊടുക്കാൻ പോയി ചിങ്ങം 1-ാം തീയതി. വർക്കത്തായിക്കോട്ടെ വർക്കം. എടുക്കൂ, വല്ലവൻ്റെ പൈസ എടുക്കൂ. ഓക്കെ, തുറക്കൂ പോട്ടെ. നമ്മുടെ ആദ്യത്തെ കടമ്പ കഴിഞ്ഞ് നമ്മളിത് നേരെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ 2-ാമത്തെ മിഷനായ എടപ്പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. എടപ്പള്ളി അനിയൻകുഞ്ഞേട്ടൻ ദേഹികൾ എടപ്പള്ളി ബ്ലോക്കിലായിട്ട് വന്നത്. നമ്മുടെ ചേച്ചിയൊരു സാധനമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിനെത്ര രൂപ ചോദിച്ചാൽ 2 300 വേണ്ട പറ്റിക്കത്. ഈ സാധനം നമുക്ക് വണ്ടി തുടക്കാനായിട്ട് ഈ സാധനം ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. 50 രൂപ 50 രൂപയാണ് ഇപ്പോൾ വാങ്ങിക്കാം. 50 രൂപ 50 രൂപ ഓർണം. നോക്കട്ടെ ഇത് അത്ര ക്വാളിറ്റി ഉള്ള സാധനമൊന്നുമല്ല. ഓൺലൈൻ 50 റുപ്പി. ഹൈ ക്വാളിറ്റി സാധനമാണ്. അങ്ങനെ അവിടുന്ന് ഞാൻ അതാ നമ്മുടെ വണ്ടി തുടക്കാനുള്ള സാധനം വാങ്ങിക്കാനായിട്ടിരിക്കുന്നത്. അത് ചോദിച്ചപ്പോൾ അവർ എന്താ പറയുക, 2 300 രൂപ അല്ലേ, ഒരെണ്ണത്തിന് 150 രൂപ വെച്ച് പറഞ്ഞു. 2 അത്ര വല്ല ക്വാളിറ്റി ഉള്ള സാധനമൊന്നുമല്ല ആ സാധനം. അപ്പം അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അത് നമുക്കിനി വേറെ എവിടെന്നെങ്കിലും നല്ലൊരെണ്ണം വാങ്ങിക്കണം. കാരണം നമുക്ക് വണ്ടി തുറക്കാനായിട്ട് ആ ഒരു തുണി, അങ്ങനത്തെ ഒരു തുണി അത്യാവശ്യമുണ്ട്. എൻ്റെ 2ാമത്തെ തുണിയൊക്കെ മൊത്തം ചോദിപ്പിക്കും. അപ്പോൾ നമ്മുടെ എടപ്പള്ളി ലുലുവിൻ്റെ സൈഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി നേരെ നമ്മുടെ അമികോ ചെറുക്കൻ വെടിയും തുറയും പോലെ പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി അതിനെ പിടിക്കണം. അതിനി എവിടെ വെച്ച് കാണാനാണെന്ന് തമ്പുരാന് മാത്രം അറിയാവുള്ളൂ. അവരിനെ വിട്ട് പോയിട്ട് നമുക്കിനി ഇവിടെ നിന്ന് ഒന്ന് വാഷ്റൂമിൽ പോകാനായിട്ട് അവിടെ നിർത്തണം എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ അടുത്തൊരു പമ്പിൽ നിർത്തി കൊടുക്കാം. അതായത് നമ്മൾ കൊരട്ടി എത്തിയിട്ടുണ്ട്. നമ്മളവിടെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ മാറി ഇവിടെ നല്ല വെയിലാണ്. ഇവിടുത്തെ അന്തരീക്ഷം നിങ്ങൾ നോക്കിയാൽ പിന്നെ ഒരു മഴക്കാറ് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ചൂണ്ട കേട്ടാ. അത്ര നേരം മഴയത്ത് നിന്നിട്ട് പിന്നെ പെട്ടെന്ന് ഈ വെയിലത്തേക്ക് വന്ന് ഭയങ്കര ഇവിടെ രക്ഷയില്ല. അവിടെ ഇപ്പോൾ ആനൊക്കെ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഭയങ്കര ഇവിടെ രക്ഷയില്ല, വിയർത്തണ്ടിരിക്കുകയാണ്. നേരെ എങ്ങനെയെങ്കിലും ഓടി നമ്മുടെ ഇരിഞ്ഞാലക്കുട ആ സ്ഥലം പിടിക്കണം. എന്നിട്ട് വേണം അവിടെ പോയിട്ട് വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ. അല്ല ഇനി ഏതാ വെൽക്കം ഡ്രിങ്ക് കുടിക്കണം. ഇനി അതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ 2 പേര് അവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലണം, ഓടിച്ചെല്ലണം. ലൈനിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ റോഡിൽ. അത്യാവശ്യം ഇപ്പോൾ നമ്മുടെ അടുത്ത സിഗ്നലിൽ വന്നതുകൊണ്ട് അവിടെ ഒരു ചവിട്ട് വരും. ഓടി വന്ന സിഗ്നലിലെ ചവിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ സൂപ്പർ, നല്ല രസം, നല്ല ബ്ലോക്ക്. ഈ സാധനങ്ങളൊക്കെ നോക്കി ചീപ്പുണ്ട്.
ഗായ്സ് നമ്മളത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലേക്ക് ഹൈവേ ഇരിഞ്ഞാലക്കുടയിലേക്ക് നമ്മൾ തിരിഞ്ഞത് കയ്യോർ നേരെ മേളിലേക്ക് പാലക്കാട് നമ്മുടെ കോയമ്പത്തൂർ സേലം അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ നേരെ താഴത്തേക്ക് കൂടി നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. രാവിലെ 1-ാം തീയതി ചന്ദനക്കുറിയൊക്കെ തൊട്ടൊന്നിരിക്കണം. നോക്കിയേ പറയാനും ശരിയാണേ, ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. രാവിലെ അമ്പലത്തിൽ പോയി ചന്ദനക്കുറി ഞാൻ പോലും മറന്നുപോയി കാര്യം. ഇവിടെ വന്നപ്പോ ചന്ദനക്കുറിയൊക്കെ തൊട്ട് എന്റെ പൊന്നോ പറയണ്ട, വെള്ളം ഉണ്ടക്കുറുത്ത് വന്നേക്കേ. കല്യാണം കൂടാൻ വേണ്ടി വെള്ളം ഉണ്ടക്കുറുത്ത് വന്നേക്കാണ് നമ്മുടെ കോട്ട പാലത്തിന്റെ അടിയിലാണ് നമ്മൾ, അതായത് ഫ്ലൈ ഓവറിന്റെ താഴത്ത് കോട്ട പാലം. ഫ്ലൈ ഓവറിന്ന് ലെഫ്റ്റ് ആണ് നമ്മൾ ഇരിഞ്ഞാലക്കുട പോണത്. എല്ലാവർക്കും വഴി അറിയാം, പക്ഷേ എങ്കിലും ഇനി മുതലുള്ള എൻ്റെ ഈ വീഡിയോക്കകത്ത് ഞാൻ പോണ സ്ഥലം എങ്ങോട്ടാണെങ്കിലും അങ്ങോട്ടുള്ള റൂട്ട് പറഞ്ഞിട്ടേ ഇരിക്കും. കാരണം ഇപ്പം നമ്മുടെ MVD മാമന്മാർ ഇവിടെ കിടപ്പുണ്ടേ, നോക്കണുണ്ട് എന്താണെന്ന് അറിയാൻ പാടില്ല. അതുപോലെ നമ്മുടെ IC ആണോ, ഇത് നമ്മുടെ കുന്നുംകുളത്തെ വണ്ടിയല്ലേ, കുന്നുംകുളത്തുകാരുടെ വണ്ടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ പാർട്ടി ഇതേ ഇല്ലേ കിടക്കണാറ് നമ്മുടെ പാർട്ടിയാണത്. അപ്പം അവരും അവിടെ ഒതുക്കിയിട്ടുണ്ട്, അവരെന്തോ വെള്ളം വാങ്ങിക്കാനൊക്കെ ആയിട്ട് നിർത്തിയാണ്. അപ്പം പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുതലുള്ള വീഡിയോക്കകത്ത് നമ്മൾ പോണ സ്ഥലം എങ്ങോട്ടാണോ അങ്ങോട്ടുള്ള റൂട്ടും പറയുന്നതാണ്. കാരണം ഇപ്പോൾ എന്താ പറയണ്ട, കുറേ പേർക്കൊന്നും റൂട്ടും കാര്യങ്ങളൊന്നും അറിയത്തില്ല. എല്ലാവർക്കും അറിയാം, എങ്കിലും കുറേ പേർക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ പാർട്ടിയാണ് വരുന്നത്, നമ്മുടെ വണ്ടിയാണ് BMW ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൂട്ടും കൂടി ഉൾപ്പെടുത്തുന്നത്. അല്ല ചേട്ടാ, നമുക്കിനി എല്ലാവർക്കും റൂട്ടും കൂടി പറഞ്ഞു കൊടുക്കണ്ട. നമ്മൾ പോകണം എല്ലാവർക്കും ഇന്നടുത്ത് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ പല സ്ഥലത്തും പോകുന്നുണ്ട്, പല ദിവസം പല സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ പോണ റൂട്ടും കൂടി പറയുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് അറിയാൻ പാടാത്തവർക്കും കൂടി ഒരു ഇതാവുമല്ലോ, അതിൻ്റെ സ്ഥലത്തേക്ക് ഇങ്ങനെയാണ് പോകുന്നത് എന്നുള്ളൊരു അറിവും കൂടി ആവുമല്ലോ. അപ്പോൾ ബാക്കി പുറകെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ക്യാബിൻ ഫീലെന്ന് വെച്ചാൽ അത് വേറൊരു മൂഡ് തന്നെയാണ്. അതായത് വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്ന കാര്യമാണ് വണ്ടിയുടെ ക്യാബിൻ്റെ അകത്ത് ഇരിക്കുക എന്ന് വെച്ചാൽ. അതിലിപ്പോൾ അതേപോലെ എനിക്കിവിടെ ഇപ്പോൾ ഈ ക്യാബിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റിയല്ലേ ദൈവത്തിനോട് ഞാൻ നന്ദി പറയുകയാണ്. ക്യാബിൻ്റെ അകത്ത് ഇരുന്നത് ലെഫ്റ്റ് സൈഡിലെ സീറ്റിലോ അല്ലെങ്കിൽ ഈ ബോണ്ടിൻ്റെ പുറത്തോ വരുന്നത് നല്ല മഴയൊക്കെ ഉള്ള ടൈമിൽ പോകാനായിട്ട് എന്തൊരു ഫീലാണെന്നറിയോ. അത് എനിക്ക് കൂടുതലും ഇഷ്ടം ഇതേപോലത്തെ ഒരു കൊച്ചു റോട്ടിൽ കൂടി പോകാനാണ്. അതെ, നമ്മൾ ഹൈവേ പോണതിനേക്കാളും എനിക്കിഷ്ടം ഇതേപോലത്തെ നാട്ടുമ്പുറ ഏരിയകളിൽ കൂടി ഇങ്ങനെ നമ്മുടെ വണ്ടി ഓടി പോകുമ്പോൾ ഇരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതേപോലെ തന്നെ ഇവിടെ നല്ലൊരു എന്താ പറയണ്ട, ഒരു പാടമുണ്ട് കേട്ടോ. ഈ പാടത്തിൻ്റെ ഇങ്ങനത്തെ ഒരു ഏരിയ കൂടിയൊക്കെ പോകാനായിട്ട് അടിപൊളിയാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്ത് നിന്നാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ വണ്ടി ഓടി വരുന്നത് കാണാനും ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഒരു കൊമ്പൻ ആനയൊക്കെ വരുന്ന പോലത്തെ ഒരു ഫീലാണ് ആ വണ്ടി. അത് ടൂറിസ്റ്റ് ബസ് എല്ലാം തന്നെ ഇപ്പോൾ നമ്മുടെ ഇന്ന വണ്ടിയൊന്നുമല്ല, എല്ലാ വണ്ടിയും ടൂറിസ്റ്റ് ബസ് എന്ന് പറയുന്ന വണ്ടി വരുമ്പോഴേ ആ ഒരു ഫീലാണ് എല്ലാവർക്കും കിട്ടുന്നത്. ഒരു വണ്ടി ഇറക്കണം നോക്കി, സാഹചര്യത്തിൻ്റെ അധപ്പതനം മൂലമായിരിക്കും അവൻ ആ വണ്ടി അങ്ങനെ ഇട്ട് കളഞ്ഞത്. അല്ലാണ്ട് വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാൾ പോലും ആ വണ്ടി അങ്ങനെ ഇടാനായിട്ട് അതിൻ്റെ മനസ്സ് അനുവദിക്കത്തില്ല. അതെനിക്ക് ഉറപ്പാണ് ആ കാര്യത്തിൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നപ്പോൾ നമ്മുടെ കൂടെ മഴയും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര നേരം ഇവിടെ നല്ല വെയിലായിരുന്നു, മഴയൊക്കെ പൊടിയാന്ന് പറയുന്നത് ഗ്ലാസിൽ കണ്ടു അല്ലേ. ഇത്ര നേരം വെയിലായിരുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾ മഴ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഞങ്ങൾക്ക് തന്നെ തരണം, ആ ക്രെഡിറ്റ് ഞങ്ങൾക്ക് തന്നെ തരണം, വേറെ ആർക്കും കൊടുക്കരുത് കേട്ടോ. ഇരിഞ്ഞാലക്കുടക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇരിഞ്ഞാലക്കുടയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ ഈ മഴ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ഞാൻ മാത്രമല്ല, അതേ അനിയൻ കുഞ്ഞാനുണ്ട് കേട്ടോ. പുള്ളിയും കൂടി ഇതിൻ്റെ അകത്ത് ഒരു പാർട്ട്ണറാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളീനെയും കൂടി പറഞ്ഞേക്കണം, ഇതിനകത്ത് ഉൾപ്പെടുത്തണം. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്നത്തെ ഈ ദിവസം ഇവിടെ മഴ കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ അത് രാവിലെ മഴ പെയ്യണ്ട ഇല്ലെന്ന് നമുക്കറിയാൻ പാടില്ല. നമ്മൾ വന്നപ്പോൾ എന്തായാലും മഴയില്ലായിരുന്നു, ഇവിടെ നല്ല വെയിലായിരുന്നു. ഇപ്പോൾ ഇവിടെ മഴ ഞങ്ങൾ കൊണ്ടുവന്നുണ്ട്. അങ്ങനെ കാഴ്ച നമ്മുടെ ഇരിഞ്ഞാലക്കുടയുള്ള MCP കൺവെൻഷൻ സെൻറ്ററിൽ എത്തിയിട്ടോ. ഇവിടെയാണ് നമ്മുടെ പരിപാടി. വണ്ടി പാർക്കിംഗ് ആ സൈഡിലാണ് ഒരു വണ്ടി വരണ്ടേ. ബാക്ക്
എന്നെ കേട്ടാണ്ട് അനിയൻ കുഞ്ഞ് വണ്ടിയായിട്ട് വിട്ട് കളഞ്ഞു. ഇതേന്ന് നോക്കിയ ആണ്ടെ നോക്കൂ, 2 പേര് അനിയൻ കുഞ്ഞ് വണ്ടിയായിട്ട് വിട്ട് കളഞ്ഞു ഗായ്സ്. എന്നെ കയറ്റില്ല. നമ്മുടെ ചെറുക്കൻ്റെ ഇതേ പോട്ടെ 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 പോട്ടെ. ഇവിടുത്തൊന്ന് വീഡിയോ കാണണ്ട. അവിടെ വന്നപ്പോൾ തന്നെ ചെറുക്കൻ പറഞ്ഞു, ചേട്ടാ ഒരു വീഡിയോ എടുക്കാനാണ് വണ്ടി ഒന്ന് വരുമ്പോൾ പറഞ്ഞ കേട്ടാന്ന് പറഞ്ഞു. ചെറുക്കൻ ചെന്ന എവിടെയും ഫോട്ടോഷൂട്ടാണ്. കണ്ട ആരാധകരെ കൊണ്ട് ബുദ്ധിമുട്ടിരിക്കുന്നത് നോക്കിയേ. അവിടെ ചെറുക്കൻ റാൺ. ഇതേ 2ാമത്തെ ചെറുക്കൻ കിടക്കണം. അപ്പോൾ ഞങ്ങൾ ഇവർ 2 പേരുമാണ് ഇവിടെ വന്നേക്കുന്നത്. ഏതാണ് കൺവെൻഷൻ സെൻറ്റർ. ഇതേ ഇവിടെ ചെറുക്കൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നിട്ടിരിക്കുന്നത്. ഇതേ നമ്മളാ ചെറുക്കൻ ഇതേ കിടക്കണം. അപ്പോൾ നമ്മൾ 2 വണ്ടിയാണ് വന്നേക്കുന്നത്. അതിൻ്റെ നമ്മുടെ 2 ചെറുക്കന്മാരുടെ കിടപ്പുണ്ട്. നമ്മുടെ ചെറുക്കൻ്റെ ഫോട്ടോഷൂട്ട് നടന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രോ എന്താണ് പേരെന്താണ്? നിഹാദ്. എന്താ വണ്ടിയായിട്ട് വന്നോ? കല്യാണത്തിന്. ആ അപ്പോൾ ബ്രോയാണ് വന്ന് വണ്ടി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് വന്നേക്കുന്നത് 3 വണ്ടി വന്നേക്കുന്നത്. ഈ നമ്മുടെ 2 ചെറുക്കന്മാരും പിന്നെ അതേപോലെ തന്നെ സെൻറ്റ് മൈക്കിൾസിൻ്റെ ചെറുക്കനും. അപ്പോൾ ബാക്കി ഞാൻ ഒന്ന് ഇവരൊന്ന് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് അടച്ചിട്ട് ഞാൻ വിളിക്കാം. വല്ലതും തുറന്നു കുഴപ്പമുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കണം. മഴ വന്നുണ്ട്. ഒന്ന് നോക്കട്ടെ. നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ കുറേ കാണിച്ചു. അപ്പോൾ നമ്മളിത് കൺവെൻഷൻ സെൻറ്ററിൽ എത്തിയായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പോയി വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചിട്ട് വന്നത്. ട്രാവലർ പോകണോ നോക്കി കൊള്ളാമല്ലേ? 19 സീറ്റ് ട്രാവലറാണ് കേട്ടോ. പച്ച കളറാണ്. കൊള്ളാം. തരും. അപ്പോൾ ഞാൻ അതേ വണ്ടിയിലിട്ടൊന്ന് വന്ന് കുറച്ച് നമ്മുടെ പാർട്ടി 2 പേർക്ക് വണ്ടിക്കകത്ത് കയറണമെന്ന് പറഞ്ഞ് കുറച്ച്. അതുകൊണ്ട് അവരെ വണ്ടിയിലോട്ട് കൊണ്ടുവന്നാണ്. ഇനിയിപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോകും. ഞങ്ങൾ ഫുഡ് കഴിക്കണമല്ലോ. അപ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ നീജണ്ണും അതേപോലെ തന്നെ നമ്മുടെ രതീഷണ്ണും നമ്മുടെ സൈജണ്ണും എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇനി അങ്ങോട്ട് പോകണം. ഇപ്പോൾ നമ്മുടെ 2 പേര് വണ്ടിക്കകത്തിരിപ്പുണ്ട്. അവരൊന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട്. ബാക്കി കുറേ കാണിച്ചു തരാം. കുറേ ഇഷ്ടംപോലെ വണ്ടി കേട്ടോ ഇവിടെ. വമ്പം പരിപാടി. കാരണം ഈ കൺവെൻഷൻ സെൻറ്ററിൽ തന്നെ 2 പാർട്ടായിട്ടാണ് പരിപാടി നടക്കുന്നത്. നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ഭാഗം കണ്ട അവിടെ നമ്മൾ വന്നേക്കുന്ന ആൾക്കാരുടെ പരിപാടി. അതിൻ്റെ സൈഡിൽ അവിടെ ആ ഓട്ടോ പോണതിൻ്റെ അവിടെ ആയിട്ട് 2ാമത്തെ ഒരു എൻട്രി ഉണ്ട്. അവിടെ 2ാമത്തെ പരിപാടി. അതാണ് ഇത്ര അധികം വണ്ടി ഇവിടെ. ഇരിഞ്ഞാലക്കോട്ടിൽ ഇതേപോലത്തെ ഒരു സെറ്റപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വണ്ടിയിലായിട്ട് വന്ന് അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ 2-3 പിള്ളേർ വന്നൊക്കെ. ഇത് എൻ്റെ ഫാൻസ് അല്ല കേട്ടോ, വണ്ടിയുടെ ഫാൻസാണ് കേട്ടോ. എൻ്റെ അല്ല, എന്നെ അറിയത്തുപോലില്ലോ അവന്മാർ വണ്ടിക്കകത്തോട്ട് വന്നത്. ഇപ്പോൾ കയറി അവന്മാർക്കൊന്ന് പാട്ടൊക്കെ വെച്ച് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ബാക്കി അവന്മാർക്ക് പാട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. എൻ്റെ പേരെന്താ? നെഹാൻ. നിൻ്റെ? ജസൽ. ബിലാൽ. എത്ര പഠിക്കണം? ആ ചെറിയ പിള്ളേരാട്ടോ. എന്നെ കണ്ടിട്ട് വന്നതല്ല. അപ്പോഴിപ്പോഴും ഞാൻ പറയണ വണ്ടി കണ്ടിട്ട് മാത്രം വന്നാണ് പിള്ളേർ. അപ്പോൾ നമുക്ക് ചെറുക്കന്മാർക്കൊന്ന് സെറ്റൊന്ന് ചെറുതായിട്ടൊന്ന് വെച്ചു. ഇന്നും എല്ലാവരും ദേ ഇവിടെ നിറച്ച് പിള്ളേരായിരുന്നു. ഇവിടെ അങ്ങോട്ട് പോയി. ഇല്ല അങ്ങോട്ട് പോയി. കുറേ ആൾക്കാർ അങ്ങോട്ട് പോയി. ഇവരാരും എന്നെ കാണാൻ വേണ്ടി വന്നതല്ല. ഇവരെല്ലാവരും വണ്ടി കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ ചെറുക്കന്മാർക്ക് പാട്ടൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ ഞാൻ ഫോണിൻ്റെ അകത്ത് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ പാട്ട് വെച്ചത്, ആ ബ്ലൂടൂത്ത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല വന്നതിൻ്റെ. അപ്പോൾ നമ്മുടെ പാർട്ടീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗായ്സ് നമ്മൾ 2-3 ചെറുക്കന്മാർ നമ്മളെ കാണാൻ വന്നില്ലേ. അവർക്ക് കയറി നമ്മൾ പാട്ടും സാധനമൊക്കെ ഇട്ട് കൊടുത്തില്ലേ. അതിനെന്ത് എനിക്കൊരു സാധനം കൊണ്ട് വന്നെങ്കിൽ നമുക്ക് താങ്ക്സ്. ഇതാണ് കേട്ടോ ചെറുക്കന്മാർ. ഓക്കെ താങ്ക്സ്. ഇതേപോലത്തെ കുറേ ചെറുക്കന്മാരുള്ളതാണ് മോനെ. ഓരോ ട്രിപ്പ് പോകുമ്പോഴും നമുക്ക് അടുത്ത ട്രിപ്പ് പോകാനായിട്ടുള്ളൊരു പ്രചോദനം. കാരണം നമ്മൾ എത്ര ഉറക്കം നിന്ന് പോയി കഴിഞ്ഞാലും എത്ര ക്ഷീണമാണെങ്കിലും നമ്മൾ അവിടെ ചെന്ന് വണ്ടി എഴുതി ക്ലീൻ ചെയ്ത് അടുത്തൊരു ഓട്ടം പോകണമെങ്കിൽ ഇതേപോലത്തെ ചെറുക്കന്മാർ നമുക്ക് ഉണ്ടാവും. ഇല്ല അണ്ണാ, സത്യമില്ലാണോ? അതാ ഞാൻ ഒരു രതീഷേട്ടാ നമ്മുടെ ഗ്ലൈഡർ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇതേ ഭയങ്കര സന്തോഷം, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മളിതേ ഇറങ്ങി ഇവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ നമ്മൾ ചെറുക്കൻ വീഡിയോ എടുത്ത് നോക്കി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കടിയൊക്കെ കഴിഞ്ഞ് പരിപാടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. കല്യാണ പരിപാടി. ഇനിയിപ്പോൾ ഇവിടെ നേരെ
വീട്ടിലോട്ട് പോകാം. മഴയുണ്ട് കേട്ടോ, ചെറുതായിട്ട് ചെറിയ മഴയൊക്കെ പൊടിയാണ്. പോട്ടെ 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 പോട്ടെ. അപ്പോൾ നമ്മുടെ പരിപാടി എവിടെ ഇരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടൽമാണി അമ്പലത്തിലോട്ട് പോയാല് ഒരു മിനിറ്റ് ഇത് അങ്ങോട്ട് പോകുമ്പോഴാണ് കൂടൽമാണിക്ക് എടുക്കില്ല കേട്ടോ. അവിടെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് തൃശ്ശൂർ പോകുന്ന റൂട്ടിലായിരുന്നു. വണ്ടിയുടെ ഫ്രണ്ട് ഡ്രൈവിംഗ് ലെഫ്റ്റ് പട്ടിയായിരിക്കണം, ബാക്കി ആൾക്കാരെല്ലാം ബാക്കിലും. അപ്പൊ കൂടൽമാണിക്ക് അമ്പലമില്ല, അതിന്റെ ബാക്കി കൂടി തിരിഞ്ഞു വേണ്ട, അതിന്റെ അപ്പുറത്തായിരുന്നു ആള്. കുറെ പിള്ളേരുണ്ടാവും. അവന്മാർ സീനിയേഴ്സ് എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് ബസ്, ഒരു അതേപോലെ തന്നെ ഒരു BMR വണ്ടി സീനിയേഴ്സ് എന്ന വണ്ടി വരി. ആ വണ്ടിക്കകത്ത് അവന്മാർ വന്ന, എന്നിട്ട് അവർ പിള്ളേർ പോയപ്പോൾ ടാറ്റയെ കാണിച്ചാൽ പോകുന്നത്, ഞങ്ങൾ കയറ്റി വിട്ടു അവന്മാരെ. വയറിറച്ച് സദ്യ കൊണ്ടുവന്നാന്ന് തോന്നുന്നു, ഉറക്കം വന്നിട്ടുണ്ട്. അനിയന്റെ ഉറക്കം വന്നടാ. ആ അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഉറങ്ങാൻ പോയാണ് അല്ലേ, രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ഇറങ്ങാനാ അല്ലേ. നീ ആ ഉറങ്ങിയിട്ട് പകുതി ഡ്യൂട്ടി ഞാൻ എടുത്താൽ മതിയാ. അപ്പൊ അനിയൻ ചേട്ടൻ പറഞ്ഞ് വണ്ടി പകുതി കഴിയുമ്പോൾ ഓടിച്ചാലെന്ന് പറയണ്ട, അപ്പൊ അതുകൊണ്ട് പറഞ്ഞ് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കിടന്നുറങ്ങാൻ പോയി. ഇനി എന്നിട്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ അങ്കമാലിയൊക്കെ എത്തുമ്പോൾ എഴുന്നേക്കാം. AC ആണിത് കണ്ട, കർണക്കിട്ടേക്ക് AC ട്രിപ്പ് ആയതുകൊണ്ട് AC ട്രിപ്പ് ആകുമ്പോ നമ്മുടെ ക്യാബിൻ്റെ അകത്തേക്ക് AC കിട്ടത്തില്ല. അത് ഈ സാധനമല്ലേ ഇത്, അതുവഴി ചെറുതായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ പുതിയ വണ്ടികൾക്കൊക്കെ AC ഉണ്ട്, നമ്മുടെ ഈ വണ്ടിക്കൊന്നും AC ഇല്ല. ഇനി AC ഇല്ല, അതുകൊണ്ട് ഭയങ്കര ചൂടായിരിക്കും. കാരണം നമ്മുടെ ഈ ക്യാബിൻ അടച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എയർ തള്ളിപ്പോകുന്നത് ഭയങ്കര ചൂടായിരിക്കും. അതാണെങ്കിൽ നമുക്ക് എയർ പാസ് പൊക്കാം, എയർ പാസ് പൊക്കാനും പറ്റില്ല, കാരണം ഈ പൊടിമഴ വെക്കുന്നതുകൊണ്ട് നമുക്ക് എയർ പാസ് പൊക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ചൂടത്തിരിക്കും. നമ്മുടെ ഈ ചെറിയ ഫാനില്ലേ, ഇത് രണ്ടുമുണ്ട്, അത് രണ്ടും ഓണാക്കി കണ്ടിട്ട് ഇവിടെ അങ്ങനെ ഇവിടെ ഇനി കിടന്ന് കുറച്ച് നേരം ഉറങ്ങാം. അപ്പോൾ ബാക്കി പുറകെ ഉറങ്ങി എഴുന്നിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ എടപ്പള്ളി എത്തി. നല്ല ബ്ലോക്ക്, രക്ഷയില്ലാത്ത ബ്ലോക്കിൻ്റെ ഇടയിൽ കുത്തിക്കയറി ഇനി എപ്പം ചെല്ലാനാണോ ഇതാണ് പണി. ബ്ലോക്കിൻ്റെ അകത്ത് ചൂടത്ത് പ്രാന്ത് കയറും. നേരെ കയറി പോവാം. അപ്പോൾ നമ്മുടെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പാട്ടീനെ ഇറക്കി. സജ്ജനെ വിളിക്കാം, അങ്ങോട്ട് ചെന്നിട്ട് വിളിക്കാം. നമ്മുടെ രണ്ടാമത്തെ വണ്ടി ദേവനി ദേവു നമ്മള് ചെറുക്കാൻ പോണ്. രണ്ടാമത്തെ ആകുമ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ ഷെഡിലേക്ക് പോകണം. ബാക്കി ഷെഡിൽ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഗൈസ് ദേ ഷെഡിലെത്തിയിട്ടുണ്ട്. ദേ നമ്മുടെ അമിക ബാക്കി കിടക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മെട്രിക്സ് ഇല്ലേ, നമ്മുടെ കോക്ടെയിലിൽ നിന്ന് നമ്മുടെ ഗോവ പോകുമ്പോഴാണ് കോക്ടെയിലും ത്രിലോകം കൂടി. അപ്പോൾ നമ്മുടെ ചെറുക്കൻ ഇവിടെ കൊണ്ട് നമ്മൾ തളച്ചിട്ടുണ്ട്. നമ്മുടെ കണക്കും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറിയതേ ഉണ്ടായി, പാൻറ്റും എന്ന് പറയുമ്പോൾ ഉണ്ടായി. ഇനി വണ്ടിയുടെ അകത്തുണ്ട്, വലിയ പരിപാടിയൊന്നുമില്ല, ചെറിയ പരിപാടിയുള്ള വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ മണ്ണും പൊടിയുണ്ട്, ദേ കുപ്പിയുണ്ട്. അപ്പോൾ ഇതൊക്കെ അടിച്ചു തൂരക്കളാണ്. അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് വേണം ബാക്കി വീഡിയോയും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.